ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ലോക ഭൗമദിനം. ആഗോളതാപനത്തിൻ്റെയും പരിസ്ഥിതി മലിനീകരണത്തിൻ്റെയും ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ലോക ഭൗമദിനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22-ന് അമേരിക്കൻ ഐക്യനാടുകളിൽ ആണ് ആദ്യമായി ഭൗമദിനം ആചരിച്ചത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഈ വരികളിൽ തെളിയുന്ന അന്തഃസത്ത അത്രയും അതേപോലെ ഗ്രഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഭൂമി തങ്ങൾക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്കും പ്രകൃതിയിലെ സർവ്വചരാചരങ്ങൾക്കും വാസയോഗ്യമാകണമെന്ന കരുതലിൽ നിന്നാണ് ഭൂഗോളത്തിന് വേണ്ടി മനുഷ്യർ ഒരു ദിവസം മാറ്റിവെച്ചത്. ആമസോൺ കാടുകളിലെ കാട്ടുതീ, കൊടും വരൾച്ച, മഞ്ഞുരുകൽ എന്നിവയാണ് ഇന്ന് ഭൂമി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനവും വർദ്ധിച്ചു വരുന്ന വനനശീകരണവും ജലസ്രോതസ്സുകൾ അപ്രത്യക്ഷമാവുന്നതും വ്യവസായവൽക്കരണവും ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗവുമാണ് പ്രതിസന്ധിക്കു പിന്നിൽ. ഓരോ ഭൗമദിനം ആചരിക്കുമ്പോഴും പിന്നിട്ട വർഷങ്ങളിൽ നാം ഭൂമിക്കു വേണ്ടിയും ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടിയും എന്തെല്ലാം ചെയ്തുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്കും അതേപോലെ നിങ്ങൾക്കും ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും അനേകം കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്നാൽ അതിൽ ഒന്നുപോലും ഇതുവരെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഓരോ ഭൗമദിനം ആചരിക്കുമ്പോഴും നാം പരിസ്ഥിതിക്ക് വേണ്ടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടും മറ്റു പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഈ ഭൗമദിനം നമുക്ക് മനോഹരമാക്കാം. താങ്ക് യു.